മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ പിതാവ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അമ്മയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് മർദ്ദനം. എന്നാൽ ദൃശ്യങ്ങൾ പ്രാങ്ക് വീഡിയോയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചതാണെന്നാണ് കുട്ടിയുടെ മൊഴി. അമ്മ തിരികെ വരാനായാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും മകൾ പറഞ്ഞു. കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, ഇന്നലെ മുതൽ ഈ ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. പോലീസ് ഈ കുട്ടിയുടെ മൊഴിയെടുത്തോ? ആദ്യം കണ്ണൂർ ചെറുപുഴക്കടുത്ത് പാപ്പൂയിൽ മാലാങ്കടവിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്ത ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ്. മാലാങ്കടവ് സ്വദേശി മാമച്ചൻ എന്ന് വിളിക്കുന്ന ജോസിനെ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജോസിനെയും 2 കുട്ടികളെയും പോലീസ് ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു പ്രാങ്ക് വീഡിയോ ചിത്രീകരിച്ചതാണ് എന്നാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തിരികെ പോരുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോയില്ല. പക്ഷേ ഇന്നത് വാർത്തയാവുകയും വലിയ തോതിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി വിഷയത്തിൽ റൂറൽ എസ് പി നേരിട്ട് ഇടപെടുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടാവുന്നത് വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് 8:15 ഈ മാമച്ചന്റെ ഭാര്യ ഏതാണ്ട് ഒരു 2 മാസക്കാലമായി അകന്ന് കഴിയുകയാണ്. അതായത് ഈ അകന്ന് കഴിയുന്ന ഭാര്യയെ തിരികെ കൊണ്ടുവരാനായി കുട്ടികളുടെ ആവശ്യപ്രകാരം എടുത്ത പ്രാങ്ക് വീഡിയോ എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ ഇയാളുടെ തന്നെ 12 വയസ്സുള്ള മകനാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അതിനുശേഷമാണ് ഇയാളുടെ ഫോണിൽ നിന്ന് തന്നെ ഇത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. 2 വീഡിയോകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലൊന്ന് വളരെ ഭയാനകമായ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ്. അതാണ് ആ വീഡിയോയിലാണ് ഈ 8 വയസ്സുകാരിയായ കുട്ടിയെ കൊടുവാൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും തല ഭിത്തിയിലിടിക്കുകയും ഒപ്പം വലിയ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ. മറ്റൊന്ന് ഈ അമ്മയെ തിരികെ കൊണ്ടുവരണമെന്ന് മക്കൾ പിതാവിനോട് യാചിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനെ 2 വീഡിയോകൾ ഇയാളുടെ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നു. അതിനുശേഷം ഇയാളുടെ ഫോണിൽ നിന്ന് തന്നെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഭാര്യയാണ് ഈ ദൃശ്യങ്ങൾ വീട്ടുകാരെയും മറ്റും കാണിച്ചു. അതേ തുടർന്ന് ഭാര്യ, വീട്ടുകാരും ചില നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇവരുടെ വീട്ടിലെത്തി അവരെ ഈ മാമച്ചനോട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നാട്ടുകാരോടും അവർ പറഞ്ഞത് ഇതങ്ങനെയല്ല, ഇത് ഈ ഭാര്യയെ തിരികെ കൊണ്ടുവരാനായി കുട്ടികളുടെ തന്നെ ആവശ്യപ്രകാരം എടുത്തൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു, മാതാവിനെ പറ്റിക്കാൻ വേണ്ടി എടുത്തായിരുന്നു എന്നൊക്കെ തരത്തിലൊക്കെയാണ് അവർ മറുപടി നൽകിയത്. എന്തായാലും നാട്ടുകാരിൽ ചിലർ ആണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നാലെ ചെറുപുഴ പോലീസുകളുടെ വീട്ടിലെത്തി ഈ കുട്ടികളുടെ മൊഴിയെടുത്തു, ഇയാളുടെ മൊഴിയെടുത്തു. അപ്പോഴൊക്കെ ഈ മൊഴിയിൽ ഇവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് പക്ഷേ മറ്റു നടപടികളിലേക്ക് പോകാതെ മടങ്ങി പോവുകയും ചെയ്തു. പക്ഷേ ഇത് വാർത്തയാകുന്നതോടുകൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇയാൾ ഇന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ മാതാവിനെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മാതാവ് കൂടി ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഇതിൽ മാതാവിന്റെ മൊഴി കൂടി വളരെ നിർണായകമാണ്. എന്തായാലും സുനിൽ, ഈ ദൃശ്യങ്ങളിലെ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഒന്ന് കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. ഇനി ഇത് പ്രാങ്ക് വീഡിയോ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ പോലും ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യമല്ലേ? തീർച്ചയായും അതെ. അങ്ങനെ തന്നെയാണ് നമുക്ക് നിയമവിദഗ്ധരിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു പ്രാങ്ക് ചിത്രീകരിച്ചാണെങ്കിൽ പോലും അയാൾക്കെതിരെ നടപടി ഉണ്ടാകും, അയാൾക്കെതിരെ കേസെടുക്കുമെന്ന വിവരം കൂടിയാണ് നമുക്കിപ്പോൾ പോലീസിൽ ലഭിക്കുന്നത്. 2 തരത്തിലാണ്. ഇപ്പൊ പ്രാങ്ക് ആണെങ്കിൽ കൂടിയും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ തല പിടിച്ച് ചുമരിൽ ഇടിക്കുന്നുണ്ട്. ഒപ്പം ഈ കുട്ടിയെ വലിയ ചീത്ത വിളിക്കുന്നുണ്ട്, ഒപ്പം കൊടുവാൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, മൂക്കത്ത് അടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് പ്രാങ്കിന്റെ പേരിലാണെങ്കിലും എന്ത് വിഷം കിട്ടലിന്റെ പേരിലാണെങ്കിൽ കൂടിയും ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിലാണെങ്കിലും ഇതൊരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിലിപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത നടപടി എടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാവ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചെറുപുഴ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാവിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഈ മാമച്ചനെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ വിവരമൊന്നുമില്ല. ഇയാൾ ഒരു 2-3 മാസം മുമ്പാണ് ഇവിടേക്ക് വന്നത്. മാത്രമല്ല ഈ സ്ത്രീയെ, ഈ കുട്ടികളുടെ മാതാവിനെ ഇയാൾ നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു വാർത്ത കൂടി, അത്തരം ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാട്ടുകാരിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിയമപരമായ ഒരു വിവാഹം കഴിച്ചിട്ടില്ല. മാത്രമല്ല
ഏതാണ്ട് 2-3 മാസം മുമ്പ് തന്നെ ഇവർ പിരിയുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീ, ഇവരുടെ മാതാവ് അവരുടെ വീട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കുട്ടികൾ പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പിതാവിനൊപ്പം തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീയെ തിരികെ കൊണ്ടുവരാൻ, ഈ മാതാവിനെ തിരികെ കൊണ്ടുവരാനുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായി മക്കളുടെ നിർദ്ദേശപ്രകാരം, പ്രത്യേകിച്ച് ഈ ഒരു നിമിഷം സുനിൽ, ഞാൻ സുനിലേക്ക് വരാം.